പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ എറണാകുളത്ത് ദർബാർ ഹാളിലെ ഗാലറിയിൽ ഞങ്ങൾ കുറച്ച് പേർ ചേർന്നിട്ടുള്ള ഒരു എക്സിബിഷൻ ആരംഭിക്കുന്ന ദിവസമായിരുന്നു. അത് വൈകിട്ട് 5:17 ഗാന്ധി വെടിയേറ്റ് വീണ ആ സമയത്താണ് ആരംഭിച്ചത്. ആ എക്സിബിഷൻ യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ അവസാന കാലത്തെ സംബന്ധിച്ച ഒരു എക്സിബിഷനാണ്. ഇവിടെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾക്കറിയാം. അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലായാലും തുടർന്ന് ഇന്ത്യയിലായാലും അദ്ദേഹം ജീവിതത്തിൻ്റെ ബഹുഭൂരിഭാഗം സമയവും സാമ്രാജ്യത്വത്തിനെതിരെയുള്ള വലിയ പോരാട്ടത്തിലാണ് ഏർപ്പെട്ടത്. പക്ഷേ 1946 മുതൽ 48 വരെയുള്ള ഗാന്ധിയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളാരും യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ചിട്ടില്ല. അത് അപഗ്രഥിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾക്ക് ഒരു ഭരണഘടനയുണ്ടായി. 1950 അത് നിലവിൽ വന്നു, ഇന്ത്യൻ റിപ്പബ്ലിക്കായി. ആ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് മതേതരത്വത്തിലും ജനാധിപത്യത്തിലും തുല്യതയിലുമൊക്കെ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഇന്ത്യ സ്വതന്ത്രമായി കുറേ കാലമെങ്കിലും നെഹ്റു യുഗം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു യുഗത്തിൻ്റെ സവിശേഷതകൾക്കുള്ളിൽ നിന്നാണ് നമ്മൾ വളർന്നത്. അങ്ങനെ വളർന്നപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസൊക്കെ വ്യത്യസ്തമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ലോക സാഹചര്യത്തിൽ ചേരിചേരാ നയം പോലെയുള്ള അല്ലെങ്കിൽ സോഷ്യലിസത്തിലേക്കുള്ള പാത എങ്ങനെയായിരിക്കണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ആയിരുന്നു നമ്മൾ മുഴുകിയിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അത്തരം ഒരു യുഗത്തിലല്ല, മറിച്ച് മതാധിഷ്ഠിത ഫാസിസത്തിൻ്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ കാലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറന്ന ഈ 46 മുതൽ 48 വരെയുള്ള ഗാന്ധിയുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാവുന്നു. ആ 46 മുതൽ 48 വരെയുള്ള ഗാന്ധിയുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 1947 ആഗസ്റ്റ് 15 ശേഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഗാന്ധി 2 പ്രാവശ്യം നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധി തന്നെ പലവട്ടം പറഞ്ഞതാണ്, എൻ്റെ ഏറ്റവും വലിയ സമരമാർഗം എന്ന് പറയുന്നത് എൻ്റെ ശരീരം മുൻനിർത്തിയുള്ള സമരമാർഗമാണ്. എന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ സമരമുറയുടെ ഒരു ഉത്തുംഗ ശൃംഗം എന്ന് നമ്മൾക്ക് വിളിക്കാവുന്നത് നിരാഹാര സത്യാഗ്രഹമാണ്. സ്വന്തം ശരീരത്തെ ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയുള്ള സമരം. ഗാന്ധി 18 പ്രാവശ്യം നിരാഹാരം ഇരുന്നിട്ടുണ്ട്. 18 പല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് 18 നിരാഹാരങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അതിൽ അവസാനത്തെ 2 നിരാഹാരം അത്ഭുതം എന്ന് പറയട്ടെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമായിരുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധി ആരോടാണ് കലഹിച്ചത് എന്ന ചോദ്യം പ്രസക്തമാവുന്നു. ആരോടാണ് സമരം ചെയ്തത്? താൻ തന്നെ തൻ്റെ ഉത്തുംഗ സമരമാർഗം എന്ന് പറഞ്ഞ നിരാഹാര സത്യാഗ്രഹം ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 2 പ്രാവശ്യം കൽക്കട്ടയിൽ 73 മണിക്കൂർ നീണ്ട നിരാഹാരവും തുടർന്ന് ഡൽഹിയിൽ 5 ദിവസം നീണ്ട നിരാഹാരവും അനുഷ്ഠിക്കുന്നുണ്ട്. ഇതാർക്കെതിരെയായിരുന്നു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇന്ന് സൂക്ഷ്മമായി മനസ്സിലാവും, ആ നിരാഹാര സമരം ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആവുന്നതിന് അതിനൊരു അടിസ്ഥാന തത്വങ്ങൾ ആവശ്യമായിരുന്നു. ആ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായി നിന്ന ശക്തികൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അത് ഇപ്പം നമുക്ക് ആ ശക്തികളെ വളരെ കൃത്യമായിട്ട് നമ്മളെ ഭരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം. പക്ഷേ അന്ന് അവർ പിടിമുറുക്കാൻ ശ്രമിച്ചപ്പോൾ, ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ പിടിമുറുക്കാൻ ശ്രമിച്ചപ്പോൾ ആ മതാധിഷ്ഠിത ഫാസിസത്തിനെതിരെയായിരുന്നു, ഹിന്ദുത്വ ഫാസിസത്തിനെതിരെയായിരുന്നു ഗാന്ധിയുടെ അവസാന കാല പോരാട്ടം എന്ന് ഒരർത്ഥത്തിൽ അത്ഭുതത്തോടു കൂടി നമ്മൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം ആണ് ഇത്. അതുകൊണ്ട് നമ്മൾ ആ കാലത്തെ കുറച്ചുകൂടി വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു.
അതുകൊണ്ടാണ് ഇപ്പം ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശിതമായിട്ടുള്ള പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആരോടാണോ അത് മറുപടി പറയുന്നത്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഗാന്ധി ഒരു കാൽപ്പനിക രാഷ്ട്രീയക്കാരനായിരുന്നു എന്നാണ്. ഈ കാൽപ്പനിക രാഷ്ട്രീയക്കാരൻ ഈ 46 മുതൽ 48 വരെ എന്ത് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവേകം പരസ്പരം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അത് അന്ന് നടത്തിയ ആ സമരം കൊണ്ട് കൂടിയാണ്. പല കാര്യങ്ങളുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ 46 മുതൽ 48 വരെ ഗാന്ധി നടത്തിയ സമരം മൂലമാണ് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരെ പറഞ്ഞയച്ചതോടുകൂടി പൂർണ്ണമായിട്ടില്ല, മറിച്ച് ഇന്ത്യയെ ഛിദ്രമാക്കുന്ന, ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ ഛിദ്രമാക്കുന്ന ശക്തികൾക്ക് എതിരെ കൂടി ആ സമരം നടത്തിയെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് 2 പ്രധാനപ്പെട്ട വശങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുന്നതിന് വേണ്ടി അക്കാലത്ത് പരിശ്രമിച്ച സവർക്കറും കൂട്ടർക്കും എതിരെ നടത്തിയ സമരം കൂടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇന്ന് ഇന്ത്യയിൽ എന്താണ് നഷ്ടപ്പെടുന്നത് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിലാണ്, തെക്കേ ഇന്ത്യയിലാണ് എന്നൊക്കെ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ സമാധാനിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമാധാനം എന്ന് പറയുന്നത് വളരെ 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 ഒരു പാട പോലെ കനം കുറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ സമാധാനം നമ്മൾ അനുഭവിക്കുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയെ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞ ആ പ്രതിഭാസം കേരളത്തിലും അതിൻ്റെ ഒരു വലിയ തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹിന്ദു നാമധാരികളുടെ കുടുംബ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം വരുന്ന മെസ്സേജ് നോക്കിയാൽ മതി. അതിലറിയാം പച്ച നുണകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പച്ച നുണകൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കാൻ വേണ്ടി 1.5 ലക്ഷം RSSകാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 1.5 ലക്ഷം RSSകാർ ദിവസവും ഈ നുണ നമ്മുടെ കയ്യിലുള്ള ഇന്ന് നമുക്ക് എസെൻഷ്യൽ എന്ന് തോന്നുന്ന, അത്യാവശ്യം എന്ന് തോന്നുന്ന ഈ ഉപകരണത്തിൽ എത്തുകയാണ്. ഇത് വായിച്ചിട്ടാണ് നമ്മുടെ ദിവസങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത്, നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്ന പലപ്പോഴും പത്രത്തിൻ്റെ ഉള്ളിലോ ടി വിയിൽ നടക്കുന്ന ചർച്ചയിലോ അല്ലെങ്കിൽ ദൈനംദിന വിവാദങ്ങളിലോ ഒക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് രാഷ്ട്രീയ ധാരണ രൂപപ്പെടുന്നതെന്ന്. ഇതിലൊന്നുമല്ല, മറിച്ച് ഈ 1.5 ലക്ഷം RSSകാർ ഇങ്ങനെ വിടുന്ന പച്ച നുണകളിലാണ്. ഒരു നുണ ഞാൻ പറയാം, എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ വന്ന ഒരു നുണയാണ്. അതിൻ്റെ ഒരു രീതി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കഴിഞ്ഞ മാസത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഒരു 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 മെസ്സേജ് ഈ ഗ്രൂപ്പിൽ വരികയാണ്. ആ മെസ്സേജിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഔറംഗസേബ് മരിക്കാൻ കിടക്കുമ്പോൾ ശിവജിയെ ആളയച്ച് വിളിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഔറംഗസേബും ശിവജിയും തമ്മിൽ വലിയ കാലം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള 2 ആളുകളാണ്. മറാത്ത സാമ്രാജ്യവും മുഗള സാമ്രാജ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ വലിയ അധ്യായങ്ങളിലൊന്നാണ്. 2 രാജാക്കന്മാർ തമ്മിൽ അവരുടെ രാജ്യവിസ്തൃതിക്ക്, വിഭവ ചൂഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. അതൊന്നും നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഔറംഗസേബ് മരിക്കാൻ കാലത്ത് ശിവജിയെ വിളിപ്പിക്കുന്നു. എന്നിട്ട് ശിവജിയോട് പറയുന്നു, ശിവജി, ഞാൻ നിന്നോട് എൻ്റെ ജീവിതത്തിൽ വലിയ തെറ്റ് ചെയ്തു. അപ്പം അതുകൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കാതെ മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത്, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഔറംഗസേബ് കണ്ണടച്ചതെന്നാണ് ഈ മെസ്സേജിൻ്റെ രത്ന ചുരുക്കം. അപ്പം നമുക്കറിയാം, ഇന്ന് ശിവജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ ഇന്ത്യയെ പറ്റി ഉണ്ടാക്കുന്ന ചരിത്രം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ പണ്ടേ ഒരു ഹിന്ദുരാജ്യമായിരുന്നു, അല്ലാതെ 1947 രൂപം കൊണ്ട ഒരു രാജ്യമല്ല. നമുക്ക് പക്ഷേ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭൂപടം രൂപം കൊണ്ടത് 1947 ആഗസ്റ്റ് 15 ശേഷമാണ്. അതിനു മുമ്പ് ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങളൊക്കെ ആയിട്ട് ചെതറിക്കെടുക്കുന്ന ഒരു പ്രവിശ്യയായിരുന്നു ഇന്ത്യ. 47 ആഗസ്റ്റ് 15 ഇങ്ങനെ ഒരു ഭൂപടം രൂപം കൊള്ളും. 47 ആഗസ്റ്റ് 15 രൂപം കൊണ്ടിട്ടില്ല. മാഹി അന്ന് ഇന്ത്യയിലില്ല, നമുക്കറിയാം. ഗോവ അന്ന് ഇന്ത്യയിലില്ല. 60കളിലാണ് ഇതൊക്കെ ഇന്ത്യയിൽ ലയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 60കളിലാണ് ഈ ഭൂപടം പൂർണ്ണമാകുന്നത്. പക്ഷേ ഹിന്ദുത്വവാദികളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ത്യ പണ്ടേ ഹിന്ദു രാഷ്ട്രമാണ്.
ഇടയ്ക്കിടയ്ക്ക് മ്ലേച്ഛന്മാർ വന്ന് ആക്രമിക്കും. അവരെ വീണ്ടും തുരത്തിയിട്ട് വീണ്ടും ഹിന്ദുരാഷ്ട്രം സംസ്ഥാപനം നടത്തും. ഇതാണ് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുള്ള അവർ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാഠം. ആ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ശിവജിക്കുള്ളത്. നമുക്കറിയാം, ശിവജിയാണ് അവരുടെ തത്വപ്രകാരമുള്ള ഹിന്ദു രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളി, ഹിന്ദി സ്വരാജ് ഉണ്ടാക്കിയത്. ഹിന്ദു പത്പദശാഹി എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി, അത് നിർമ്മിച്ച ആളായിട്ടാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ചരിത്ര നിർമ്മിതിയിൽ അവരുണ്ടാക്കുന്ന ചരിത്രത്തിലെ വലിയ റോളാണ് ശിവജിക്കുള്ളത്. അതിലെ വില്ലനാണ് ഔറംഗസേബ്. കാരണം മുസ്ലിം ഒക്കെ വില്ലന്മാരാണ്, അതുകൊണ്ട് ഔറംഗസേബും വില്ലനാണ്. അപ്പൊ അങ്ങനെയുള്ള വില്ലൻ നായകനെ വിളിച്ചു വരുത്തി പറയാണ്, എനിക്ക് മാപ്പ് ചോദിക്കാം. ഇത് വന്നപ്പോ ആ ഗ്രൂപ്പിലെ സെക്യുലറിസ്റ്റുകൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ, ഇപ്പൊ ഏത് കുടുംബത്തിലും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉണ്ടാവും, ഇവർക്ക് എതിരാണ്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞ് ഇത് കള്ളക്കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേറെ മെസ്സേജുകൾ അയക്കുന്നു. അപ്പൊ ഇത് അയച്ച ആള് പറയുന്നു ഞാൻ തെളിവ് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഇല്ലാത്ത തെളിവ് കൊണ്ടുവരും. ഇങ്ങനെ നടന്നു പോവാണ്, ഈ പ്രശ്നം പോവാണ്, വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന വസ്തുത, ശിവജി മരിക്കുന്നതിന് എത്രയോ മുമ്പ്, ഔറംഗസേബ് മരിക്കുന്നതിന് എത്രയോ മുമ്പ്, ചുരുങ്ങിയത് ഒരു 45 വർഷം മുമ്പെങ്കിലും മരിച്ചുപോയ ആളാണ് ശിവജി. ഈ ശിവജിയാണ് വിളിച്ച് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ ഇത് നുണയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കഥ മാപ്പ് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത്, ഈ കാര്യം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഈ സംഗതി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കളവാണ്. 100% കളവായ ഒരു വസ്തുത ഇട്ട് തന്നിട്ട് അതുമ്മലാണ് വാദിക്കുന്നത്. അതുമ്മലാണ് അങ്ങനെ നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല എന്ന് വാദിക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ തരത്തിലാണ് ഒരു വ്യാജ രാഷ്ട്രീയം, സത്യാനന്തര രാഷ്ട്രീയം എന്നൊക്കെ ഇന്നത്തെ ടേം ഉപയോഗിച്ച് പറഞ്ഞാൽ, ഇതിൻ്റെ പുറത്താണ് ഈ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. നമുക്ക് വെറുതെ ആലോചിച്ചാൽ അറിയാം എന്താണ് മതം, എന്താണ് ജാതി. ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സ്വത്വം നമുക്കുണ്ടായി, മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്വത്വം നമുക്കുണ്ടായി. നമ്മൾ ആരും നമ്മുടെ ജാതിയുടെ തടവുകാരല്ല, മതത്തിന്റെ തടവുകാരല്ല. ഉണ്ടാവും, ഇപ്പൊ നമ്മുടെ SLC ബുക്കിൽ മതത്തിന്റെ പേരുണ്ടാവും, നമുക്ക് ഈശ്വര വിശ്വാസം ഉണ്ടാവും, ചിലതരം ദൈവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വളരാനുള്ള ഒരു ചരിത്രം ഇന്ത്യയിൽ മുഴുവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം നമുക്ക് ഇപ്പൊ എൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ കോയയ്ക്ക് നമ്മൾ ഭക്ഷണം കൊണ്ടുകൊടുക്കും. ആ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ടുതരും. അവിടെ പെരുന്നാൾ നടക്കുമ്പോൾ നമുക്കും ഭക്ഷണം കൊണ്ടുതരും. അത്രയെങ്കിലും നമ്മൾ വളർന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വേലികൾ എന്ന് പറയുന്നത് തോക്ക് സ്ഥാപിക്കാനുള്ളതല്ല, മറിച്ച് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ളതാണ്. നമ്മുടെ മതിലുകൾ എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് സ്നേഹം കൊടുക്കാനും ഇപ്പുറത്തേക്ക് സ്നേഹം വാങ്ങാനും ഉള്ളതാണ്. ഇത്രയെങ്കിലും വളർന്ന മനുഷ്യരെയാണ് ഈ പറയുന്ന തരത്തിൽ ഈ മതത്തിൻ്റെ തന്നെ ഏറ്റവും വികൃതമായ രൂപത്തിലേക്ക് തള്ളിയിടുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ 46 മുതൽ 48 വരെ ഗാന്ധി എന്തു ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് കാൽപ്പനികമാണെന്ന് പറയുന്ന യുക്തി ഈ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യരുടെ ചരിത്രബോധത്തെക്കുറിച്ച് നമ്മൾ അന്തം വിട്ടുപോകുന്നത്. ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, ലോകത്തെമ്പാടുമുള്ള പ്രശ്നം ആണ്. അമേരിക്കയിൽ ഒരു തെരുവ് റൗഡിയുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടാവുന്നു. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ലോകമാണോ നമുക്ക് കിട്ടേണ്ടത്? 21ാം നൂറ്റാണ്ടിൽ നമ്മുടെ അവകാശം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ലോകമാണോ എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കേണ്ട ഒരു സ്ഥലത്താണ് ഗാന്ധി നമ്മുടെ മുന്നിൽ വേറൊരു തരത്തിൽ, ഒരു വലിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗാന്ധിയായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. 46-ൽ ഇന്ത്യ വിടുന്ന് ബ്രിട്ടീഷുകാർ ഉറപ്പ് തരുന്നു, ഞങ്ങൾ പോവാൻ പോവാണ്, ഡേറ്റ് വരെ പ്രഖ്യാപിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു, അവരുടെ ഒരു രീതി വെച്ചിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഒരു മന്ത്രിസഭ ഉണ്ടാക്കണം, ഒരു ഇടക്കാല മന്ത്രിസഭ ഉണ്ടാക്കുന്നു, ഈ അധികാരം അവരെ ഏൽപ്പിച്ച് തന്നതിന് ശേഷം ഞങ്ങൾ ഇതാ പോവുകയാണെന്നുള്ളത് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ആ സമയത്താണ് ജിന്ന വിഭജനം എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണമെന്ന ആവശ്യം വലിയ ശക്തിയിൽ ഉന്നയിക്കുന്നത്. ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആദ്യമായി ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരാളും 2 രാഷ്ട്രം എന്ന് പറയുന്ന വാദം ഉന്നയിച്ചിരുന്നില്ല.
ഇപ്പൊ പറയുന്നത് പലരും പറയുന്നത് ജിന്നയാണ് അത് ആദ്യമായിട്ട് ഉന്നയിച്ചതെന്നാണ്. ജിന്നയല്ല യഥാർത്ഥത്തിൽ ഈ ഇരുരാഷ്ട്രവാദം എന്ന് പറയുന്ന വാദം ആദ്യമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇട്ടുകൊടുത്തത് സവർക്കറാണ്. 1937 സവർക്കർ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി. അതുവരെ സവർക്കർ നിങ്ങൾക്കറിയാവുന്ന പോലെ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്ന അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു ഘട്ടം വരെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം മാപ്പ് എഴുതി കൊടുത്ത് പുറത്തു വരുന്നു. പുറത്തു വന്നപ്പോഴും ബ്രിട്ടീഷുകാർ കുറച്ചു കാലം ജില്ലാ തടവിൽ, രത്നഗിരി ജില്ലാ തടവിൽ സവർക്കറെ പാർപ്പിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി സവർക്കർ പുറത്തു വരുന്നത് 37 പുറത്തു വന്നപ്പോൾ അന്ന് ഗാന്ധി കോൺഗ്രസിൽ പിടിമുറുക്കി. ഗാന്ധി കോൺഗ്രസിൽ പിടിമുറുക്കി എന്ന് പറഞ്ഞാൽ അതുവരെ കോൺഗ്രസ് ഒരു ബ്രാഹ്മണ സംഘടനയായിരുന്നു. ഇപ്പൊ തിലകിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാഹ്മണ സംഘടനയായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റ് ജാതിക്കാർക്കോ മറ്റ് മതക്കാർക്കോ അതിൻ്റെ ഉള്ളിലേക്ക് വളരെ കുറവ് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളായിരുന്നു. സവർക്കർ വന്നപ്പോഴേക്കും കോൺഗ്രസ് ഒരു ബഹുജന സംഘടനയായിട്ട് മാറി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബഹുജന സംഘടനയായിട്ട് മാറി. നിങ്ങൾക്ക് അറിയാം, ഖിലാഫത്ത് വന്നു. മുസ്ലിങ്ങൾ വലിയ രീതിയിൽ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഇടപെടാൻ തുടങ്ങി. മുസ്ലിങ്ങൾ മാത്രമല്ല, ആ കാലത്ത് ഇന്ത്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആദിവാസികൾ മുതൽ തീരവാസികൾ വരെയുള്ള എല്ലാ തരം വിഭാഗങ്ങളിലേക്കും ഈ സന്ദേശം എത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ സന്ദേശം എത്തിക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ബഹുജന പ്രസ്ഥാനമായി. ആ സമയത്ത് ഈ തിലകിന്റെ അനുയായികൾ മുഴുവൻ കോൺഗ്രസിന് പുറത്തു പോകുന്നുണ്ട്. അവർ സ്വരാജ്യ പാർട്ടി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ പാർട്ടി ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ്. അവിടെയാണ് സവർക്കർ ആദ്യം പോയി ചേരുന്നത്. 37 ആദ്യം ഈ സ്വതന്ത്രമായപ്പോൾ സവർക്കർ ആദ്യം പോയി ചേരുന്നത് ഈ സ്വരാജ്യ പാർട്ടിയിലാണ്. പക്ഷേ അത് ഗതി പിടിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഹിന്ദു മഹാസഭയിലേക്ക് അദ്ദേഹം കൂറുമാറുന്നത്. ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റ് സവർക്കർ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ പറയുന്ന ഒരു വാചകം, ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലെ 2 രാഷ്ട്രങ്ങളാണ്. ഒരു രാജ്യമാണെന്ന് പറയാം, ഒരു രാജ്യമാണെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ 2 രാഷ്ട്രങ്ങളുണ്ട്. മുസ്ലിങ്ങൾ ഒരു രാഷ്ട്രമാണ്, ഹിന്ദുക്കൾ ഒരു രാഷ്ട്രമാണ് എന്ന് പറഞ്ഞാൽ ഈ 2 കൂട്ടർക്കും ഒരു തരത്തിലും സഹകരിക്കാൻ പറ്റാത്ത വിധം 2 തരം രാഷ്ട്രബോധങ്ങൾ പേറുന്നവരാണ് ഇവർ എന്ന് പറയുന്ന പ്രസ്താവനയാണ് ഇന്ത്യയിൽ ഒരു ദ്വിരാഷ്ട്രവാദത്തിൻ്റെ ആദ്യത്തെ വിത്ത് എന്ന് പറയുന്നത്. ഇതെടുത്താണ് ശരിക്കും പറഞ്ഞാൽ ജിന്ന പ്രയോഗിക്കുന്നത്. ജിന്ന ഈ സമയത്ത് 46 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു ഉറപ്പുവരുന്ന മുഹൂർത്തത്തിൽ ജിന്ന പ്രയോഗിക്കുന്നത് ഈ സവർക്കേറിയൻ ആശയമാണ് ശരിക്കും പറഞ്ഞാൽ ജിന്ന എടുത്ത് പ്രയോഗിക്കുന്നത്. അത് പലതരം പ്രശ്നങ്ങളിൽ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ജിന്നയെ തള്ളിക്കളയുന്നു. ഗാന്ധി ജിന്നയുമായി നിരന്തരം സംസാരിക്കുന്നു. ഏറ്റവും അവസാനം ഗാന്ധി പറയുന്ന ഓർക്കണം, ജിന്ന പ്രധാനമന്ത്രിയാവുക. ഇടക്കാല മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയായിട്ട് ജിന്ന സ്ഥാനമേൽക്കുക. ജിന്നയ്ക്ക് ഇഷ്ടമുള്ള ആളുകളെ ക്യാബിനറ്റിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്നുണ്ട് ഈ വിഭജനം എന്ന് പറയുന്ന ആശയം ഒഴിവാക്കാൻ വേണ്ടി. എന്നിട്ടും ജിന്ന സമ്മതിക്കുന്നില്ല. അവസാനം ജിന്ന ഈ ഇതുവരെ പിന്തുടർന്നിരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്, ഭരണഘടനയ്ക്ക് അനുസൃതമായ സമരമാർഗങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ജിന്ന നീങ്ങാണ്. 46 ആഗസ്റ്റ് 16 ജിന്ന ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുകയാണ്. നേർപ്രയോഗ ദിനം പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ നേർപ്രയോഗ ദിനം നടത്താൻ പോവാണെന്ന് പറയാണ്. അപ്പോൾ ആൾക്കാർക്ക് അന്ന് അറിയില്ല എന്താ ഈ നേർപ്രയോഗം, എന്താണ് ഈ ഡയറക്റ്റ് ആക്ഷൻ. പത്രക്കാർ ചോദിക്കുന്നുണ്ട് ജിന്നോട്, എന്താ ഈ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. ജിന്ന പറയുന്നത് അത് നേരിട്ടുള്ള മറുപടിയല്ല പറയുന്നത്. ജിന്ന പറഞ്ഞു, ഞങ്ങളൊരു തോക്ക് നിർമ്മിച്ചെടുത്തിട്ടുണ്ട്, അത് പ്രയോഗിക്കാനും ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന അനക്ഡോട്ടൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രീതിയിലുള്ളൊരു മറുപടിയാണ് ജിന്ന പറയുന്നത്. ഇതാർക്കും മനസ്സിലായില്ല എന്താ ഈ നേർപ്രയോഗ ദിനം. പക്ഷേ ആഗസ്റ്റ് 16 കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. കൽക്കത്തയിലെ തെരുവുകൾ മുഴുവൻ വർഗീയ കലാപത്താൽ മുഖരിതമായി. ഹിന്ദു മഹാസഭ അവിടെ മുന്നിട്ടിറങ്ങി. ഹിന്ദു മഹാസഭയ്ക്ക് ഇഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടാവുന്നത്. കാരണം മുസ്ലിം രാഷ്ട്രം ഉണ്ടായാൽ ഇപ്പുറത്ത് ഹിന്ദു രാഷ്ട്രം ഉണ്ടാവും. അപ്പം മുസ്ലിം രാഷ്ട്രം അവരുണ്ടായിക്കോട്ടെ, ഹിന്ദു രാഷ്ട്രം ഇവിടെ ഉണ്ടാക്കുക. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം എന്നുള്ള നിലയിൽ ഈ 2 കൂട്ടരും വർഗീയത പ്രയോഗിക്കുക. കൽക്കട്ടയിൽ 48 മണിക്കൂറുകൾ കൊണ്ട് 5000 പേര് മരിച്ചുപോയി. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ആളെ വെച്ച് കൊല്ലിച്ച പറ്റില്ല. അതാണ് ഈ വർഗീയതയുടെ ഒരു 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 ആളിപ്പടരൽ എന്ന് പറഞ്ഞാൽ. 5000 പേര് കൽക്കട്ടയിലെ തെരുവിൽ മരിച്ചു വീണു. 10000 പേരെങ്കിലും ആശുപത്രിയിലെത്തി പരിക്കേറ്റ്.
15,000 വീടുകൾ തകർന്നു. ഇങ്ങനെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ദാ വന്നു എന്ന് പറയുന്ന ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള കലാപം ഉണ്ടാവുകയാണ്. ഇത് അവിടെ നിന്നില്ല, കൽക്കട്ട നിന്നില്ല, ഉടൻ നവഖാലിയിലേക്ക് വ്യാപിച്ചു. കിഴക്കൻ ബംഗാളിലെ ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള നവഖാലിയിലേക്ക് ഇത് വ്യാപിക്കുകയാണ്. നവഖാലി എന്ന് പറഞ്ഞാൽ ഒരു റിമോട്ട് ഏരിയ ആണ്. ആ റിമോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടനാട് പോലെ നിരവധി ജലപാതകളുള്ള നാടാണ്. ചെറിയ ചെറിയ കരകളും ഇങ്ങനെ ജലപാതകളും നിറഞ്ഞൊരു സ്ഥലമാണ്. ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് പോകണമെങ്കിൽ ആളുകൾക്ക് ചെറിയ മുളന്തടിപ്പാലാണ്, ശംഖോ എന്നാണ് അവർ വിളിക്കുക. ഇപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പോയപ്പോഴും ഇത് ഏതാണ്ട് ഇതേപോലെ തന്നെയാണ്. വലിയ മാറ്റങ്ങൾ, അർബനൈസേഷൻ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഇതേപോലെയുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഈ കൽക്കട്ടയ്ക്ക് ശേഷം വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ഗാന്ധി ആ സമയത്ത് സേവാഗ്രാമിലായിരുന്നു. സേവാഗ്രാമിൽ ഇരുന്ന് അറിഞ്ഞപ്പോൾ ഗാന്ധി ഹരിജനിൽ എഴുതി, നാം ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ നടുക്കല്ല, പക്ഷെ വക്കത്താണ്. ഉടൻ നമ്മൾ അതിലേക്ക് എത്തും. അതിലേക്ക് എത്തിയാൽ നിങ്ങൾ ഓർക്കണം, ഇത് എവിടെ അവസാനിക്കുക? ഒന്നുകിൽ ഒരു മതത്തിലെ ആൾക്കാരും മറ്റേ മതത്തിലെ ആൾക്കാരെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചാലേ ഇത് തീരുള്ളൂ, അല്ലെങ്കിൽ നിൽക്കില്ലത്. വർഗീയത എന്ന് പറഞ്ഞാൽ എവിടെ അവസാനിക്കുക? ഒരു കൂട്ടർ സമ്പൂർണ്ണമായിട്ട് ജയിക്കണം. ഒരു കൂട്ടർ സമ്പൂർണ്ണമായിട്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് മതത്തിലെ ആളുകളെ വംശഹത്യ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തരത്തിലേക്ക് അത് വളർന്ന് അത് വലിയ തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ അടുത്ത സാധ്യത എന്താ? പോവാൻ നിൽക്കുന്ന ബ്രിട്ടീഷുകാരോട് ലോകം മുഴുവൻ അഭ്യർത്ഥിക്കും, ഈ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ അവർ എന്താക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭരിക്കാൻ അറിഞ്ഞുകൂടാന്ന് ലോകം വിധി എഴുതും. സ്വന്തമായി സ്വാതന്ത്ര്യത്തെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ജനതയാണ് ഇന്ത്യക്കാരെന്ന് ലോകം വിധി എഴുതും. അപ്പൊ അവര് ലോകം മുഴുവൻ ആവശ്യപ്പെടും ബ്രിട്ടീഷുകാർ തുടരണം. കാരണം ബ്രിട്ടീഷ് പോലീസിന് മാത്രമേ, ബ്രിട്ടീഷ് പട്ടാളത്തിന് മാത്രമേ ഇന്ത്യയുടെ ഐഡന്റിറ്റി, ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി നിലനിർത്താൻ പറ്റൂ എന്ന് വിധി എഴുതും. നമ്മൾ ഇത്രയും കാലം സമരം ചെയ്ത് ഇത്രയും മനുഷ്യരുടെ ചോര വീഴ്ത്തി ഇത്രയും ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ച് സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലെത്തിയപ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് ഗാന്ധി ചോദിക്കുന്നുണ്ട് സേവാഗ്രാമിൽ ഇരുന്നിട്ട്. പക്ഷെ ഈ ചോദ്യം കൊണ്ട് ബലമില്ല എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലായി. അങ്ങനെയാണ് ഈ വലിയ ഇന്ന് പറയുന്ന മിറാക്കിളിൻ നവഖലി എന്നൊക്കെ പറയുന്ന, മിറാക്കിളിൻ കൽക്കട്ട എന്നൊക്കെ പറയുന്ന ആ വലിയ പ്രസ്ഥാനത്തിന് ഗാന്ധി ഇറങ്ങി പുറപ്പെടുന്നത്. ആ ഇറങ്ങി പുറപ്പെടൽ നിങ്ങളൊന്ന് ആലോചിക്കണം. 77 വയസ്സാണെന്ന്. 46-ൽ 77, 48-ൽ മരിക്കുമ്പോൾ 78 വയസ്സ്. ഈ 78 വയസ്സ് ഇന്ന് വലിയ പ്രായമല്ല. അന്ന് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ അടിച്ചു നോക്കണം. ആ ശരാശരി ആയുസ്, ഇന്ത്യക്കാരൻ്റെ ആയുസ് 31 വയസ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. 31 വയസ്സാണ് ഇന്ത്യയിലെ ശരാശരി ആയുസ്. സ്ത്രീകൾക്ക് 34. ഈ കാലത്ത് 78 വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ശരാശരി ആയുസ് 80 വയസ്സോ 82 വയസ്സോ ഒക്കെയാണ്. ആ കണക്കനുസരിച്ചാണ് അതിന്റെ ഇരട്ടി പ്രായം. ആ തരത്തിലുള്ള ആളാണ് ഈ ഇറങ്ങി പുറപ്പെടുന്നത്. ഇറങ്ങി പുറപ്പെടുമ്പോഴോ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ നിന്ന ഒരു മനുഷ്യനും കൂടിയില്ല. അവരൊക്കെ ഈ പറയുന്ന രാഷ്ട്രവിഭജനം, അതിന്റെ അധികാരം, ഈ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ഗാന്ധി ഏതാണ്ട് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഗാന്ധിയുടെ കൂടെയുള്ള കുറെ സ്ത്രീകളാണ്, സ്ത്രീകൾ മാത്രം, കുറച്ച് പുരുഷന്മാരും. ഈ പുതിയൊരു ടീമിനെ വെച്ചിട്ടാണ് ഈ പറയുന്ന ഈ വലിയ യാത്രയ്ക്ക് പുറപ്പെടുന്നത്. മനു, ആഭ, 10-15 വയസ്സുള്ള കുട്ടികളാണ്. ഇതുപോലത്തെ ആദ്യമായി പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സ്ത്രീകളെ വെച്ചിട്ടാണ് ഈ അത്ഭുതം മുഴുവൻ കാണിക്കുന്നത്. ഗാന്ധി നവഖലി പോകുന്നു. 110 മൈല് ചെരുപ്പിടാതെ നഗ്നപാതനായിട്ട് 110 മൈല് സഞ്ചരിക്കുകയാണ്. 48 ഗ്രാമങ്ങളിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ഓരോ ഗ്രാമത്തിലും ചെന്ന് ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് അവരോട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദൗത്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇന്ന് എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി അവിടെ സന്ദർശിക്കുന്ന പോലെയല്ല. ഗാന്ധി ഇത് നവഖലിയിലേക്ക് പോകുന്നത് ഇത് തീർക്കാതെ ഞാനിനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടാണ്. ബംഗാളി പഠിക്കുന്നുണ്ട്, ബംഗാളി എഴുതി പഠിക്കുകയാണ്. കോപ്പി മേടിച്ചിട്ട് ചെറിയ കുട്ടികൾ പഠിക്കുന്ന പോലെ ബംഗാളി ഭാഷ എഴുതി പഠിക്കുകയാണ്. എന്തിനാണ്? ഇവരോട് സംസാരിക്കാൻ. ഇവരോട് സംസാരിക്കണമെങ്കിൽ സ്വന്തം ഭാഷയിൽ സംസാരിക്കാനുള്ള കെൽപ്പ് ആർജിച്ചാൽ അത് കുറെ കൂടി തുറന്ന സംസാരമാവും എന്ന് മനസ്സിലാക്കി പഠിക്കുകയാണ്. മരിക്കണ ദിവസം വരെ ബംഗാളി എഴുതി പഠിക്കുന്നുണ്ട്. കാലത്ത് എണീറ്റ് ബംഗാളി എഴുതി പഠിക്കുന്നുണ്ട്. നമ്മൾ പറയും ഗാന്ധിയുടെ വലിയ മെസ്സേജ് പറയുമല്ലോ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയുന്നത്. ഇത് ബംഗാളിയിലാണ് ഗാന്ധി എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗാന്ധിയുടെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്, ഈ
ആളുകൾ പലവട്ടം ചോദിക്കുന്നുണ്ട്, എന്താണ് സ്വാതന്ത്ര്യത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം, എന്താണ് നിങ്ങൾക്ക് സന്ദേശം നൽകാനുള്ളത്? ഗാന്ധിക്ക് സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനം ഈ മനുഷ്യരുടെ ചോരപ്പുഴ ഒഴുകുന്നത് ഇല്ലാതാക്കാനാണ്. അതുകൊണ്ട് ഗാന്ധി ഇതിലെത്ര സന്തോഷിക്കാൻ എന്തിരിക്കുന്നു എന്നാണ് ആ സമയത്ത് പ്രതികരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു സമരം നയിച്ച മനുഷ്യൻ വിജയിയാവുന്ന മുഹൂർത്തത്തിൽ അങ്ങേയറ്റം വിഷാദത്തിലേക്ക് വീഴുകയാണ്. ലോക ചരിത്രത്തിൽ ഇത് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് അവസാനം നിർബന്ധിക്കുമ്പോൾ എഴുതി കൊടുക്കുന്നതാണ് ഈ അമോർ ജീവൻ അമോർ ബാണി എന്ന് പറയുന്നത്. ബംഗാളിയിലാണ് എഴുതുന്നത്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് എഴുതുന്നത് ബംഗാളി ഭാഷയിലാണ്. അപ്പൊ അങ്ങനെ ആണ് ആ സഞ്ചാരം നടത്തുന്നത്. ആ കൂട്ടത്തിലുണ്ടായ ബീബി അംത സലാം എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. നമുക്ക് അവരൊന്നും ഓർമ്മയില്ല, നമ്മളൊക്കെ മറന്നുപോയി. നമ്മൾ ആരും നമ്മളെ പഠിപ്പിക്കാൻ മെനക്കെട്ടില്ല. ഈ ബീബി അംത സലാം പട്യാലയിൽ നിന്ന് വരുന്ന സ്ത്രീയാണ്. അവർ ബംഗാളിയൊന്നുമല്ല, അവർ നവഗലിയിലെ ആളുമല്ല. എന്നിട്ടും അവിടെ ചെന്നിട്ട് 25 ദിവസം നിരാഹാരം ഇരുന്നു ബീബി അംത സലാം, സിറണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇത് ശമിപ്പിക്കാൻ, ഈ മനുഷ്യർ തമ്മിൽ തല്ലുന്ന ശമിപ്പിക്കാൻ. ഗാന്ധിയാണ് അവസാനം നാരങ്ങാനീര് കൊടുത്തിട്ട് അത് അവസാനിപ്പിക്കുന്നത്. ഗാന്ധി പറയുന്നുണ്ട്, എന്നെ ഒന്നല്ല മഹാത്മാവ് എന്ന് വിളിക്കേണ്ടത്, ഈ സ്ത്രീയാണ് നിങ്ങൾ മഹാത്മാവ് എന്ന് വിളിക്കേണ്ടത്. അവരുടെ അവരുടെ ദേഹം സുവർണമാണെങ്കിലും അവരുടെ ഹൃദയം ചെമ്പു പോലെ ശക്തിമത്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ പറയുന്നത് അവിടെ വെച്ചാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഇന്ത്യ തുന്നിച്ചേർത്തത്. അല്ലെങ്കിൽ ഇന്ത്യ പൊട്ടിപ്പൊളിഞ്ഞു പോയേനെ, ഇന്ത്യ ചിതറിത്തെറിച്ചു പോയേനെ. അപ്പൊ ഒരു തുന്നൽക്കാരൻ ഇങ്ങനെ കീറിയ തുണി തുന്നിയെടുക്കുന്ന പോലെ ഗാന്ധി കീറിയ ഇന്ത്യയെ ഇങ്ങനെ തുന്നിയെടുക്കാണ്. ഇത് നടക്കുമ്പോൾ ബീഹാറിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാണ്. കാരണം ഇവിടെ മുസ്ലിം ലീഗ്, ജിന്നയുടെ മുസ്ലിം ലീഗ് ഹിന്ദുക്കളെ കൊന്നതിന് പകരം വീട്ടാൻ വേണ്ടി ബീഹാറിൽ ഹിന്ദു മഹാസഭ തുനിഞ്ഞിറങ്ങി പാവപ്പെട്ട മുസ്ലിങ്ങളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തു എന്ന് പറയാം. നവഗലിയിൽ 300 പേര് മരിച്ചുള്ളൂ, ബീഹാറിൽ 5000 പേര് മരിക്കുകയാണ്. അവിടെ ഈ ബറാറി എന്നൊക്കെ പറയുന്ന സ്ഥലത്തുണ്ടായ സംഭവങ്ങൾ കേട്ട ഞെട്ടിപ്പോവും. ഇപ്പൊ ഞങ്ങൾ പോയപ്പോ ബറാറിയിൽ ഇപ്പൊ കാണാം വയലുകൾക്ക് നടുവിൽ ഒരു വലിയ പള്ളി നിൽക്കുന്ന കാണാം, അതിന്റെ അവശിഷ്ടമുണ്ട്. പക്ഷെ നിങ്ങളവിടെ അന്വേഷിച്ചാൽ മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞ നാമം മാത്രമാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷ പ്രദേശമായിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. എല്ലാവരെയും തല്ലിക്കൊന്നു, ബാക്കിയുള്ളവർ ഓടിപ്പോയി. മധുര സിംഗ് എന്ന് പറയുന്ന ഒരു ഹിന്ദു മഹാസഭ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ കൂട്ടക്കൊല നടന്നു. മസൗറി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇട്ട് മാത്രം ആ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ ഓടിപ്പോയ മുസ്ലിങ്ങളെ ഏതെങ്കിലും വണ്ടി കയറി പോവാന്ന് വിചാരിച്ചിട്ട് സ്റ്റേഷനിൽ എത്തിയപ്പോ അവരെ 100-ൽ താഴെയുള്ള മനുഷ്യരെ ആ കൂട്ടക്കൊല ചെയ്തു. ഇങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായത്. ഈ സ്ഥലത്തുകൂടെ ഈ മനുഷ്യൻ നടന്ന് 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 ഈ മുറിവുണക്കി ഈ കൂട്ടി തുന്നി മനുഷ്യരെ തമ്മിൽ കൂട്ടിയിലടപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കി ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയാണ് ഇന്ത്യയുടെ സെക്യുലറിസം ഉണ്ടാവുന്നത്, അങ്ങനെയാണ് ജനാധിപത്യ ബോധം ഉണ്ടാവുന്നത്. അല്ലാതെ ഇതൊന്നും മോളിൽ നിന്ന് വന്നതല്ല, ഭരണഘടനയിൽ എഴുതി വെച്ചുകൊണ്ട് മാത്രം ഇതൊന്നും വരില്ല. അടിയിൽ നിന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം അതിന് പിന്നിലുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യ ഉണ്ടാക്കിയ ഒരാളാണ് ഈ കാൽപ്പനിക രാഷ്ട്രീയക്കാരന് ഒരു ഉളുപ്പുമില്ലാതെ വിളിക്കാൻ പലർക്കും വലിയ പഠിപ്പുണ്ടെന്ന് വിചാരിക്കുന്ന യുക്തി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി വിശ്വസിക്കുന്ന മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കൽക്കട്ടയിലെത്തി. 47 ആഗസ്റ്റ് 15 പതാക ഉയർത്തുമ്പോൾ ഈ സമരം നയിച്ച മനുഷ്യൻ ഡൽഹിയിലില്ല. ഡൽഹി ഈ പതാക സ്വന്തമായിട്ട് നമ്മൾക്ക് ഈ രാജ്യം കിട്ടുമ്പോൾ അതിലേറ്റവും ഹർഷത്തോടെ പങ്കാളിയാവുന്ന മനുഷ്യൻ കണ്ണീരൊലിപ്പിച്ച് കൽക്കട്ടയിൽ നടക്കുക. കൽക്കട്ടയിലെ മനുഷ്യർ തമ്മിൽ തല്ലുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി അവിടെ നിൽക്കുക. അവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, സുഹ്രവർദി ആയിരുന്നു കൽക്കട്ടയിലെ പ്രധാനമന്ത്രി, പ്രീമിയർ. അന്ന് മുഖ്യമന്ത്രിക്ക് പകരം പ്രീമിയർ എന്നുള്ള വാക്കാണ്. സുഹ്രവർദിയാണ് ഭരിക്കുന്നത്. വിഭജനം നടന്നു. സുഹ്രവർദി ബംഗ്ലാദേശിൽ പോവാണ്. ബംഗ്ലാദേശിയായി എന്ന് പറഞ്ഞ പാകിസ്ഥാൻ, അന്ന് പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാനായി. സുഹ്രവർദിയോട് ഗാന്ധി പറഞ്ഞു, നമ്മളിപ്പോൾ 2 രാജ്യക്കാരായി. ഞാൻ ഹിന്ദുവാണ്, നിങ്ങൾ മുസ്ലിമാണ്. ഞാൻ അർദ്ധനഗ്നനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വേഷവിധാനം അതാണ്. നിങ്ങൾ കോട്ടും സൂട്ടും ഇടുന്ന ആളാണ്. ഞാൻ സസ്യാഹാരിയാണ്, നിങ്ങൾ മാംസാഹാരിയാണ്. എൻ്റെ പ്രാർത്ഥന വേറെയാണ്, എൻ്റെ ദൈവങ്ങൾ വേറെയാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ദൈവങ്ങൾ വേറെയാണ്, മുസ്ലിങ്ങളുടെ ദൈവം വേറെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും സുഹ്രവർദി, നമ്മൾ 2 രാജ്യത്തേക്ക് പിരിയുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കണം.
കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു 500 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വേഷം മാറും, ഭാഷ മാറും, ആരാധനാരീതികൾ മാറും, ഭക്ഷണം മാറും. അങ്ങനെ ഒരു രാജ്യമാണ്. ഈ രാജ്യം നിൽക്കണമെങ്കിൽ സഹവർത്തിത്വം എന്ന് പറഞ്ഞൊരു ആശയം വേണം, വ്യത്യസ്തത മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഇത് നമുക്ക് തെളിയിച്ചിട്ട് നമുക്ക് 2 രാജ്യത്തിലേക്ക് പിരിയാം എന്ന് പറഞ്ഞിട്ട് സുഹ്രവർദിയും ഗാന്ധിയും കൂടി ഒരിടത്ത് താമസിക്കുകയാണ്. നമുക്ക് 2 പേർക്കും കൂടി ഒരിടത്ത് താമസിച്ച് കാണിച്ചു കൊടുക്കാം. നമ്മൾ തമ്മിൽ എണ്ണമറ്റ വ്യത്യാസങ്ങളുണ്ട് പുറത്തു നോക്കുമ്പോൾ. പക്ഷെ നമ്മുടെ ആത്മാവ് തമ്മിൽ ആശ്ലേഷത്തിലാണ് എന്ന് കാണിക്കാൻ നമുക്കത് പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞ് ബലിയാഘട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കൽക്കട്ടയിൽ ഇപ്പോഴും ഉണ്ട് ആ കെട്ടിടം, ഹൈദരി മൻസിൽ എന്ന് പറഞ്ഞ കെട്ടിടം. ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുകയാണ് ആൾക്കാർ. തെരുവി തമ്മിൽ തല്ലുമ്പോൾ അവർ നോക്കുമ്പോൾ ഹിന്ദു മുസ്ലിമും ഒന്നിച്ച് താമസിക്കുന്നു, ഒരു പ്രശ്നമില്ല. 2 രാജ്യങ്ങൾ പോലുമായി, 2 രാജ്യത്തെ പൗരര് പോലുമായി, എന്നിട്ടും ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് താമസിക്കുന്നു. ഇത് കണ്ടപ്പോഴാണ് അവിടെ അടങ്ങുന്നത്, വർഗീയ കലാപം അടങ്ങുന്നത്. അങ്ങനെയാണ് ആഗസ്റ്റ് 15-ന് ഒരു കുഴപ്പമില്ലാണ്ട് കൽക്കട്ട രക്ഷപ്പെടുന്നത്. അന്ന് മൗണ്ട് ബാറ്റൻ ഗാന്ധിക്ക് കത്തെഴുതുന്നുണ്ട്, ഞങ്ങൾ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട് ആ കത്ത്. ആ കത്ത് നിങ്ങൾ വായിച്ചു നോക്കണം. എന്ന് പറഞ്ഞാൽ മൗണ്ട് ബാറ്റൻ ഇന്ത്യയിൽ വരുന്നത് വലിയ യുദ്ധത്തിൻ്റെ ഹീറോ ആയിട്ടാണ്, യുദ്ധനായകനായിട്ടാണ്. അപ്പോൾ വേവൽ പ്രഭു ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയ സ്ഥാനത്താണ് മൗണ്ട് ബാറ്റൻ വരുന്നത്. മൗണ്ട് ബാറ്റൻ ഈ യുദ്ധപ്രഭുവായിട്ട് വരുന്നു, വലിയ അദൃശ്യമായിട്ടുള്ള വെള്ളക്കാരൻ്റെ മനോഭാവത്തോടു കൂടി വരുന്നു. മൗണ്ട് ബാറ്റൻ വിചാരിക്കുന്നതൊക്കെ നിസ്സാര പ്രശ്നമാണ്, എനിക്ക് എളുപ്പത്തിൽ പരിഹരിക്കാം. ഓരോ ദിവസം കഴിയുന്തോറും കുരുക്ക് മുറുകി വരികയാണ്. ഇത് രക്തച്ചൊരിച്ചിലേക്ക് നീങ്ങാണ്. മൗണ്ട് ബാറ്റന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മൗണ്ട് ബാറ്റൻ കത്തെഴുതുന്നുണ്ട് ആഗസ്റ്റ് 15-ന് ശേഷം ഗാന്ധിക്ക്. എനിക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ അതിർത്തിയിൽ 55,000 പട്ടാളക്കാരുണ്ടായിരുന്നു. 55,000 പട്ടാളക്കാരെ നിർത്തിയിട്ടാണ് അവിടുത്തെ വർഗീയതകളെ തടുക്കുന്നത്. കിഴക്ക് എനിക്ക് ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് നിങ്ങളാണ്. പക്ഷേ ഈ 55,000 പട്ടാളക്കാർക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾ ഒരാൾ ചെയ്തു. നിങ്ങളുടെ സെക്കൻഡ് കമാൻഡന്റായ സുഹ്രവർത്തിയെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറയുന്ന കത്തുണ്ട്. വെള്ളക്കാരൻ്റെ ആ പൊങ്ങച്ചം, ആ അദൃശ്യത മുട്ടുകുത്തുകയാണ് ഈ മനുഷ്യന്റെ മുന്നിൽ. ആ കത്തുണ്ട്. അങ്ങനെയാണ് കൽക്കട്ട നിൽക്കുന്നത്. പക്ഷേ അത് അധിക കാലം നിന്നില്ല. ആഗസ്റ്റ് 31 ആയപ്പോഴേക്കും വീണ്ടും കൽക്കട്ട പൊട്ടാൻ തുടങ്ങി. ഗാന്ധിയുടെ വീട്, ഈ പറയുന്ന ഇവർ 2 പേരും താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഒരു കൂട്ടം ഹിന്ദുത്വ മഹാസഭ പ്രവർത്തകര് ട്രക്കിൽ വരികയാണ്. ഗാന്ധി കിടക്കാൻ പോയിരുന്നു, 10 മണിയായി, രാത്രി 10 മണി ഉറങ്ങാൻ പോയിരുന്നു. ഗാന്ധി നേരം വെളുക്കുമ്പോൾ 2-2:30 ആകുമ്പോൾ എണീക്കുക, അങ്ങനെയാണ് ഗാന്ധിയുടെ ഒരു രീതി. നേരത്തെ കിടക്കും. അപ്പോൾ ഉറങ്ങാൻ പോയി. ഇവർ വരുമ്പോൾ ഗാന്ധി ഉറങ്ങാൻ പോയിട്ടുണ്ട്. ഇവർ ബഹളം വയ്ക്കും. ബഹളം വയ്ക്കുമ്പോൾ മനു വന്ന് പുറത്തു നോക്കുമ്പോൾ ഒരു സംഘം ആളുകളാണ്, ആയുധങ്ങളൊക്കെ എടുത്ത് വരികയാണ്. ഈ ബഹളം കേട്ട് ഗാന്ധി ഉണർന്ന് അവരെ മുന്നിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. അവരെ മുന്നിൽ ചെന്ന് നിന്ന് ചോദിക്കും, ഈ വൃദ്ധനെയാണോ നിങ്ങൾക്ക് ആവശ്യം? ദാപ്പൊ കൊന്നോ? ഞാൻ നിങ്ങളുടെ മുന്നിൽ. ആ ധാർമ്മിക ശക്തിക്ക് മുന്നിൽ അവർ മുട്ടുമടക്കി തിരിച്ചു പോവാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോഴും കയ്യിലുള്ള ഇഷ്ടിക കഷ്ണം അവർ വലിച്ചെറിയുന്നുണ്ട്. പ്യാരലാലിന്റെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഇഷ്ടിക കഷ്ണം ഗാന്ധിയുടെ ശിരസിനെ തൊട്ടില്ല എന്നുള്ള മട്ടില് പറന്നു പോകുന്ന ഒരു ഇഷ്ടിക കഷ്ണത്തെ വിവരിക്കുന്നുണ്ട്. ഗാന്ധിയുടെ മൂക്കിന്റെ പാലം തകർത്തില്ല എന്ന രീതിയിൽ അത്ര ഒരഞ്ഞു പോകുന്ന ഒരു ലാത്തിയെ പ്യാരലാൽ അവിടെ വിവരിക്കുന്നുണ്ട്. അവർ തിരിച്ചു പോയിട്ട് അവരെ ക്രൗര്യം മുഴുവൻ അവർ തീർത്തത് 2 വളപ്പുകൾക്കപ്പുറത്ത് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിരുന്ന, നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന 2 പാവപ്പെട്ട മുസ്ലിങ്ങളുടെ കഴുത്തർത്താണ്. പാവം, ഒന്നും അറിയാത്ത, ജോലിക്ക് വേണ്ടി കൽക്കട്ടയിലെത്തിയ 2 പേരെ കൊന്നിട്ട് പോവാണ്. ഗാന്ധി ഓടിച്ചെല്ലുന്നുണ്ട്, ആ സ്ഥലത്തേക്ക് ഓടിച്ചെല്ലും. ഗാന്ധി കാണുന്നത് ഈ 2 മനുഷ്യർ ഇങ്ങനെ 4 തുറുകണ്ണുകൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. നിങ്ങൾ ബംഗാളി നോവല് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ബംഗാളിന്റെ ശരത്കാല ആകാശത്തിനെ പലരും വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്പൊ വിഭൂതിഭൂഷണിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ അപ്പം അങ്ങോട്ട് പോവാൻ തോന്നും. നിറയെ നക്ഷത്രങ്ങൾ, ചന്ദ്രനൊക്കെ, ഈ ആകാശമൊക്കെ ഉണ്ട് അവിടെ. അത്ര നല്ല ആകാശമുണ്ട്. പക്ഷെ ഈ 2 മനുഷ്യര് കഴുത്തറുത്തിട്ടിരിക്കുകയാണ്. ഇരുളാണ് ഗാന്ധിക്ക് തോന്നുന്നത്, ഇതൊന്നും കാണുന്നില്ല. ഗാന്ധി നോക്കുമ്പോൾ ഒരു 4 അണ തൊട്ട് ഒരാളുടെ ഈ കോന്തലയ്ക്ക് കെട്ടിയിട്ടുണ്ട്. ഗാന്ധി പറയാം, അവൻ്റെ ബാങ്കാണത്, 25 പൈസ, 4 അണയല്ല അത് ബാങ്കാണ്, അവൻ്റെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യമാണ് കെട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഗാന്ധിക്ക് മനസ്സിലാവുന്നത് ഇത് പോരാ. അങ്ങനെയാണ് 73 മണിക്കൂർ നിരാഹാരം പ്രഖ്യാപിക്കുന്നത്.
ആ 73 മണിക്കൂർ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം. ഇഫ് ആൻഡ് ബട്ടിനൊന്നും പ്രസക്തി ഇല്ല എന്ന് പറയും, പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണ് അവിടെ സമാധാനം കൊണ്ടുവരുന്നത്. തിരിച്ച് ഡൽഹിയിലെത്തിയപ്പോൾ പിടിച്ചേലും വലുതാണ് അളയിൽ നമ്മൾ പറയുന്ന നാട്ടിൽ പറയുന്ന പോലത്തെ സ്ഥിതിയാണ്. പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ ലാഹോറിൽ നിന്നും കറാച്ചിയിൽ നിന്നൊക്കെ അഭയാർത്ഥികൾ വന്നിരിക്കുക, ഹിന്ദുക്കളും സിഖുകാരും കുറ്റിമറിച്ച് വന്നിരിക്കുകയാണ്. അവര് വിചാരിച്ചിട്ടില്ല ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ച സ്ഥലത്ത് നിന്ന് ഓടിപ്പോകേണ്ടി വരുന്നത്. ചരിത്രം അവർ ഓടിപ്പിക്കുകയാണ്, അവരെ വേര് പറിച്ചെടുത്തിട്ട് വലിച്ചെറിയാണ്. അപ്പൊ ഈ മനുഷ്യർ മുഴുവൻ അസ്വസ്ഥരാണ്. കാരണം അവരുടെ സ്വത്തുക്കൾ അവിടെയായിരുന്നു, അവരുടെ സുഹൃത്തുക്കൾ അവിടെയായിരുന്നു, അവരുടെ അയൽക്കാർ അവിടെയായിരുന്നു. അവിടെ നിന്ന് ഒരു ദിവസം ഡൽഹി പോലെയുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയാണ്. ഒന്നുമില്ല കയ്യിൽ, സുഖമായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് പോലും ഒന്നുമില്ല കയ്യിൽ. ഇങ്ങനെ വരികയാണ്. വിഭജനം നടന്നതോടെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദമാകെ തകർന്നു. കുറേ പേര് പാകിസ്ഥാനിലേക്ക് പോകുന്നു, കുറേ പേര് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ ആകെ അവ്യവസ്ഥയാണ്. പോലീസ് സേന സിസ്റ്റം തകർന്നു. ഇടക്കാല ഗവൺമെന്റ് അവിടെ ഭരിക്കുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം ആ സിസ്റ്റം, ആ വ്യവസ്ഥ തകർന്നു കിടക്കുകയാണ്. അവിടേക്കാണ് ഈ പാവപ്പെട്ട മനുഷ്യർ വരുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യർ വരുമ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല, അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് കിടക്കാൻ ഒരു കിടപ്പാടില്ല, മരുന്ന് പോലും ഇല്ല, ചികിത്സയില്ല. ഈ അവസ്ഥയിലാണ് അവർ വരുന്നത്. അവരാകെ അസ്വസ്ഥരായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ ഓർക്കണം, രാഷ്ട്രീയം ഏത് തരത്തിൽ ദുഷിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണം ഹിന്ദു മഹാസഭ പോലുള്ള കക്ഷി ഇവരെ ഉപയോഗിച്ചിട്ട് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ കോപ്പ് കൂട്ടുകയാണ്. കാരണം പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇന്ത്യയിൽ നിന്ന് പോയില്ല. പാകിസ്ഥാനിലേക്ക് വളരെ കുറച്ച് മുസ്ലിങ്ങളെ പോയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. പുറത്തുനിന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പാകിസ്ഥാനിലേക്ക് പോയുള്ളൂ. എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്നു. അതാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സെക്യുലർ ആവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ആലോചിക്കണം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രമായാലും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ താമസിച്ചാൽ മതി, ഞങ്ങൾക്ക് ഈ പഴയ അയൽക്കാരായിട്ട് പഴയ സിസ്റ്റമൊക്കെ ആയിട്ട് താമസിച്ചാൽ മതി. ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ ചെയ്തത് എന്താണെന്നറിയോ? ഹിന്ദു മഹാസഭ ഈ പാവപ്പെട്ട സിഖുകാരെയും അവിടുന്ന് ഓടി വന്ന സിഖുകാരെയും ഹിന്ദുക്കളോടും പറഞ്ഞു, ഡൽഹിയിലെ എല്ലാ മുസ്ലിം വീടുകളും നിങ്ങൾ ബലാത്കാരേണ പിടിച്ചെടുക്കുക, മുസ്ലിം പള്ളികളുടെ മുഴുവൻ കയറി പാർക്കുക. ഖാജ കുത്ബുദ്ദീന്റെ കബറുണ്ട് അവിടെ, ബഹ്റോളിയിലെ ഒരു സിദ്ധന്റെ കബറുണ്ട്, മുസ്ലിങ്ങൾ തീർത്ഥാടന സ്ഥലമായിട്ട് കരുതുന്നതാണ്. അവിടൊക്കെ കയറി പാർക്കുക. അങ്ങനെ കയറി പാർത്താല് മുസ്ലിങ്ങൾ ഇപ്പോ പാകിസ്ഥാനിലേക്ക് പോകാതെ നിൽക്കുന്ന മുസ്ലിങ്ങള് ഗത്യന്തരമില്ലാതെ അങ്ങോട്ട് പോകും. കാരണം ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അപ്പൊ എനിക്കൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു സീറ്റ് ഉണ്ട്, അവിടേക്ക് പോകാൻ സ്വാഭാവികമായിട്ട് തോന്നുമല്ലോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ ഇത് ഹിന്ദുരാഷ്ട്രമാക്കാം. കാരണം ഇസ്ലാമിക രാഷ്ട്രം അവിടെ വന്നു, ബാക്കി ഹിന്ദുരാഷ്ട്രം. എളുപ്പത്തിൽ ചെലവാകുന്ന പൊളിറ്റിക്കൽ കോയിനാണ്. ഇതിന് ഉപയോഗിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരാണ്. അവര് ഈ ഗതികെട്ട മനുഷ്യരായിട്ട് വരുന്നതാണ്. അവര് ഉപയോഗിച്ചിട്ട് ഇത് നടപ്പാക്കുകയാണ്. അപ്പൊ ഗാന്ധി വരുമ്പോ, കൽക്കട്ടയിൽ നിന്ന് വരുമ്പോ, കൽക്കട്ടയിലെ വർഗീയ കലാപം ശമിപ്പിച്ച് ഡൽഹി വരുമ്പോ കാണുന്നത് എന്താ? ഗാന്ധിക്ക് ഒരിടത്തും അക്സെപ്റ്റൻസ് ഇല്ല. ഈ സിഖുകാരുടെയും ഹിന്ദുക്കളുടെയും അടുത്ത് ചെന്നാൽ പറയും ഞങ്ങൾക്ക് ഭക്ഷണമില്ല, കിടപ്പാടില്ല, മരുന്നില്ല, നിങ്ങൾ ഉത്തരം പറയുമെന്ന് പറയുന്നുണ്ട്. മുസ്ലിം ക്യാമ്പിൽ ചെന്നാൽ അവർ പറയും സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കച്ചവട സ്ഥലത്ത് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. ഈ രണ്ടു കൂട്ടർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലാണ്. ഒരാൾ പറയുന്നുണ്ട് താൻ എന്തിനാണോ ഇതിന് നടക്കുന്നത്? നമ്മൾ ഈ മഹാത്മാവ് എന്നൊക്കെ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഔദ്യോഗിക ഗാന്ധി എന്ന് പറയുന്ന ഭരണകൂടം ഉണ്ടാക്കിയ ഒരു ഗാന്ധി, ആ ചരിത്രം വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും ഇങ്ങനെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. അവസാന കാലത്താണ് പറയുന്നത് താൻ എന്തിനാണോ ഇതിനൊക്കെ നടക്കുന്നത്, തനിക്ക് വല്ല ഹിമാലയത്തിൽ പോയി തപസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ഗാന്ധിയോട്. ഗാന്ധി പറയും മോനെ, ഞാൻ എൻ്റെ ഹിമാലയം കയറിക്കൊണ്ടിരിക്കുകയാണ്, അത് നിനക്ക് മനസ്സിലാവാണ്ടാണ്, ഞാൻ ഓരോ ദിവസവും ഈ ഉയരം കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മറുപടി പറയുന്നുണ്ട്. ആ ഗാന്ധിയാണ് ജനുവരി 48 ജനുവരി 13 മുതൽ 18 വരെ 5 ദിവസം നിരാഹാരം ഇരിക്കുന്നത്. അതില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇത്രയും കാലമൊന്നും കാത്തിരിക്കണ്ട, 51-52 ആദ്യ ഇലക്ഷൻ നടക്കുക പോലുമില്ല, ഹിന്ദു രാഷ്ട്രമായി തീർന്നേനെ. ആ 5 ദിവസത്തെ നിരാഹാരത്തിന്റെ ചരിത്രം ക്ലോസ് ആയിട്ട് വായിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ ദിവസം ആളുകൾ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ഈ അഭയാർത്ഥികൾ ഇവരെ മുന്നിൽ നിർത്തിയിട്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നു, മാർത്താ ഹൈത്തോ മാർനേതോ, ചാവാൻ നിശ്ചയിച്ചൊരു ചത്തോട്ടെ, നിരാഹാരമാണല്ലോ. ഖൂൻസെ ബദലെ ഖൂൻസെ ഖൂൻഹെ,
രക്തത്തിന് പകരം രക്തമാണ്, പകരം ഞങ്ങൾ ചോദിക്കുന്നു പറഞ്ഞ് മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ്. 2-ാം ദിവസമായപ്പോൾ കുറഞ്ഞു, 3-ാം ദിവസമായപ്പോൾ കുറഞ്ഞു, 4-ാം ദിവസമായപ്പോൾ ഇല്ലാതായി. ഗാന്ധിയെ രക്ഷിക്കണം എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരികയാണ്, എല്ലാവരും വരികയാണ്. വരുമ്പോൾ ഗാന്ധിയുടെ ഒരു പ്രത്യേകത അതാണ്. ഗാന്ധി ആ സമയത്ത് കർക്കശമായ നിലപാടെടുക്കും. ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയാലും ഞാൻ നിരാഹാരം പിൻവലിക്കൂ എന്ന നിബന്ധന വയ്ക്കാം. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വീട് വിട്ടുകൊടുക്കണം, പള്ളികൾ വിട്ടുകൊടുക്കണം, കച്ചവട സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം. ഖാജ ഖുത്ബുദ്ദീൻ്റെ ഖബറിലെ ഉറൂസ് ജനുവരി 27-ാം തീയതി നടക്കാതിരിക്കുന്ന ഉറൂസ് എല്ലാവരും കൂടി ആഘോഷിക്കാം. അവരുടെ മാത്രം ഉത്സവമാക്കണ്ട, നമുക്കെല്ലാവർക്കും കൂടി അത് ആഘോഷിക്കുക എന്ന് പറയുകയാണ്. ഇതൊക്കെ സംബന്ധിച്ച ആൾക്കാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടി, ഹിന്ദു മഹാസഭ അടക്കമുള്ള ആൾക്കാർ ഒപ്പിട്ട് കൊടുത്തിട്ടേ ആ നിരാഹാരം അദ്ദേഹം അവസാനിച്ചുള്ളൂ. മൗലാന അബുൽ കലാം ആസാദിൻ്റെ കയ്യിൽ നിന്ന് നാരങ്ങനീര് വാങ്ങിച്ചു കുടിച്ച് നിരാഹാരം അവസാനിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാന്ധി ഹിന്ദുവാണ് എന്ന് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഞാൻ ഹിന്ദുവാണ് എന്ന മട്ടിലാണ് ഗാന്ധി സംസാരിച്ചിട്ടുള്ളത്. ഗാന്ധി തൻ്റെ ഹിന്ദുയിസം എന്താണെന്നും പറഞ്ഞിരുന്നു. അത് ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അപരമതത്തോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് എൻ്റെ ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനം. ഇങ്ങനെ വിശാലമായിട്ട് പറഞ്ഞിരുന്ന ഒരാളാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഹിന്ദുവായ ഒരാൾ മരിച്ചു പോയി എന്ന് വിചാരിക്കാം. അദ്ദേഹം അവസാനം സന്ദർശിച്ച തീർത്ഥാടന സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശിയോ രാമേശ്വരമോ നമ്മുടെ തൊട്ടുമുമ്പിലുള്ള അമ്പലമൊക്കെ ആയിരിക്കും. സ്വാഭാവികമാണ്. ഗാന്ധി ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി അവസാനമായി സന്ദർശിച്ച തീർത്ഥാടന സ്ഥലം ഖാജ ഖുത്ബുദ്ദീൻ്റെ ഖബറാണ്, മറക്കരുത്. അവിടെയാണ് ഗാന്ധി അവസാനമായി പോകുന്നത്. ചിത്രമുണ്ട്, നമ്മുടെ ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആ ഖബറിൽ ഉറൂസ് ആഘോഷിക്കാനാണ് 27-ന് ഗാന്ധി പോകുന്നത്. എന്ന് പറഞ്ഞാൽ തല്ലിയിരുന്ന മനുഷ്യർ അന്ന് കാണുന്ന കാഴ്ച പ്യാരലാൽ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ കാലത്ത് ഈ ഉറൂസ് ആഘോഷിക്കാൻ പോവുകയാണ്. ജനുവരി മാസമാണ്, 48 ജനുവരിയാണ്. അത് വലിയ അതിശൈത്യമാർന്ന മാസമായിരുന്നു. ആ 10 കൊല്ലത്തിൻ്റെ കണക്കെടുത്ത ഏറ്റവും കൂടുതൽ ശൈത്യമുള്ള കാലമായിരുന്നു. അങ്ങനെ തണുത്ത് വരച്ച് ഇവർ ഉറൂസ് ആഘോഷിക്കാൻ പോകുമ്പോൾ ഇവർ കാണുന്നത് റോഡിൻ്റെ ഒരു വശത്ത് സിഖുകാർ ചായ തിളപ്പിക്കുന്നു, മറുവശത്ത് നിന്ന് ഹിന്ദുക്കൾ ചായ തിളപ്പിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, സഹോദര നീ എന്തിനാ ഈ തണുത്ത് വരച്ച് പോകുന്നത്, ഈ ചായ കുടിച്ചിട്ട് ചൂടായിപ്പോ എന്ന് പറയുന്നു. ഈ ചായയുടെ പേരാണ് മതേതരത്വം. ആ കൊടുത്ത ചായയുടെ പേരാ. അതാണ് നമ്മുടെ ഇന്ത്യയെ ഉണ്ടാക്കിയ കാര്യം എന്ന് പറഞ്ഞത്. അവിടേക്ക് എത്തിച്ചു. ഈ 27-ന് ഈ ഉറൂസ് ആഘോഷിച്ചതിൻ്റെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഗാന്ധിക്ക് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തിരിച്ചു കിട്ടി. ഗോഡ്സെയും കൂട്ടരും കൂടി ഗാന്ധിയെ കൊന്നു. ഇന്ന് നമ്മൾ അതുകൊണ്ട് തുടങ്ങേണ്ടത് ഗാന്ധിയുടെ മരണത്തിൽ നിന്നാണ്. ഈ മരണം ആണ് ഇന്ത്യയെ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. ഇവർ വിചാരിച്ചത് ഇങ്ങനെ ഹിമാലയം പോലെ ഹിന്ദുത്വ രാഷ്ട്രത്തിനെതിരെ ഉണ്ടാക്കുന്നതിനെതിരെ ഹിമാലയം പോലെ ഒരാൾ നിൽക്കുമ്പോൾ അത് കൊന്നു കളഞ്ഞാൽ എല്ലാം ശരിയാവുമെന്നാണ് വിചാരിച്ചത്. മരിച്ച ഗാന്ധിയുടെ രാഷ്ട്രീയം അവർ മനസ്സിലാക്കിയില്ല. ഈ ഗാന്ധി മരിച്ചതോടുകൂടി മനുഷ്യർ ഒറ്റപ്പെട്ടു, സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. സവർക്കറുടെ വീടിന് നേരെ ആൾക്കാർ കല്ലെറിഞ്ഞു, തകർക്കാൻ പോയി. അന്ന് ജിമ്മി നാഗർവാല എന്ന് പറയുന്ന ഗാന്ധിവാദം അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ വീടിനെ രക്ഷിച്ചെടുത്തത്. ഇന്നിപ്പം അവിടെ വലിയ സ്മാരകമാണത്. ഇത് സവർക്കർ സദൻ എന്ന് പറഞ്ഞ വലിയ സ്മാരകമാണ് ബോംബെ. അങ്ങനെ ജനങ്ങൾ മുഴുവൻ ഇവരെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു. ആ രാഷ്ട്രീയ പരിണാമം വരുന്നത് ഗാന്ധിയുടെ മരണമാണ്. ഇവർ വിചാരിച്ചത് ഈ 51-52 ഇലക്ഷൻ വരുമ്പോൾ വിചാരിച്ചത് ഒന്നുകിൽ പ്രധാന പ്രതിപക്ഷമെങ്കിലും ആകാം എന്ന് വിചാരിച്ച മനുഷ്യർ ആകെ 3 സീറ്റാണ് ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്നത്. 3 സീറ്റ്. അപ്പോഴേക്കും RSSന് മനസ്സിലായി ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞ പേരിൽ നിന്നാൽ ആൾക്കാർ വലിച്ചെറിയും. അതുകൊണ്ട് പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണ്. പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പറയും ഹിന്ദു എന്നുള്ള പേര് വെക്കരുത്, കാരണം ആൾക്കാർ ഹിന്ദു മഹാസഭയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വലിച്ചെറിയും. അതുകൊണ്ട് ഭാരതീയ ജനസംഘം എന്നാണ് പേര് വെക്കുന്നത്. ശ്യാം പ്രസാദ് മുഖർജി പ്രത്യേകം നിർമ്മിച്ചു, നമ്മൾ ഹിന്ദു രാഷ്ട്രമൊക്കെ തന്നെ അതിപ്പം മിണ്ടണ്ട, പുറത്ത് മിണ്ടണ്ട, നമുക്കതുകൊണ്ട് ഭാരതീയ ജനസംഘം എന്നുള്ള പേര് മതി എന്ന് പറഞ്ഞിട്ടാണ് ആ പേരിൽ മത്സരിച്ച് 3 സീറ്റ് അവർക്കും കിട്ടി. രാമരാജ്യ പരിഷത്ത് എന്ന് പറഞ്ഞിട്ട് സന്യാസിമാരുടെ, ഈ യോഗി ആദിത്യനാഥ് പോലുള്ള സന്യാസിമാരുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, കർപ്പത്രി മഹാരാജിൻ്റെ പാർട്ടി. അതിന് 3 സീറ്റ്, 9 സീറ്റ് മൂലയ്ക്ക് ഇരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ പ്രധാന പ്രതിപക്ഷമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് അറിയാം, AKG ഒക്കെ പ്രതിപക്ഷ നേതാവാകുന്നു. അപ്പം നെഹ്റുവിനോട് അന്ന് ആൾക്കാർ ചോദിക്കും, അമേരിക്കൻ പത്രക്കാർ വന്ന് ചോദിക്കും, നിങ്ങളുടെ പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ,
നിങ്ങൾക്ക് അവരെ പേടിയുണ്ടോ? കാരണം ലോകം മുഴുവൻ അന്ന് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ യുവത്താണ്. റഷ്യ ഉണ്ടാവുന്നു, അങ്ങനെ വലിയ തരത്തിലുള്ള ലാറ്റിൻ അമേരിക്കയിലും അതുപോലെ മൂന്നാം ലോക രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസം പുതിയ ശക്തിയായിട്ട് വളരുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ അറിയണം, നെഹ്റു പറഞ്ഞ മറുപടി നമ്മൾ അറിയണം. നെഹ്റു പറഞ്ഞു ജനാധിപത്യത്തിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും, അവർ പാർട്ടി ഗവൺമെൻറ് ഉണ്ട്, അതൊക്കെ വേറെ, അതൊക്കെ അതിൻ്റെ മെക്കാനിസം. എൻ്റെ ശത്രു എന്ന് പറയുന്ന ഈ 9 ആളാ, ഈ മൂലക്കിരിക്കുന്ന 9 ആളാ. ഈ മൂലക്കിരിക്കുന്ന 9 ആൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കില്ല, പക്ഷേ അവർ വളർന്ന് ക്യാൻസർ പോലെ ഈ രാജ്യത്തെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവര് ഭരിക്കില്ല. നെഹ്റു പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രത്യേകത കൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല അധികകാലം. പക്ഷെ അവർ പുറത്തു പോയാലും അവരുണ്ടാക്കിയ പരിക്കുകൾ എന്ന് പറയുന്ന ചില്ലറയായിരിക്കില്ല സമൂഹത്തിൽ. അതുകൊണ്ട് എൻ്റെ ശത്രു എന്ന് പറയുന്ന ഇവരാണെന്ന് പറയുന്ന അങ്ങനെയുള്ള മനുഷ്യരുണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള മനുഷ്യരെ ആണ് നമ്മുടെ ഇന്ത്യ ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള മനുഷ്യരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ അവസാന അന്തിമ പ്രസംഗമുണ്ട് അംബേദ്കറുടെ. നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇവരൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു? ഭാവിയെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസം, പ്രോഗ്രസിനെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസം. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു ഫാസിസ്റ്റ് ഭരണം ഉണ്ടാക്കുന്ന ഒരാളല്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസക്കാർ. ഇത് വേറൊരു കാര്യമാണ്. ഇത് ജനാധിപത്യത്തിലെ അഭിപ്രായ വ്യത്യാസമാണ്. അംബേദ്കർ പറയുന്നുണ്ട് ഈ ഇലക്ഷനെ പറ്റി, ഈ ഭരണഘടന സമർപ്പിച്ച് അന്തിമ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ഡെമോക്രസി അല്ല ജനാധിപത്യം. 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല ജനാധിപത്യം. അത് ജനാധിപത്യത്തിൻ്റെ സാങ്കേതികത മാത്രമാണ്. കൂടുതൽ വോട്ട് മേടിച്ച് ജയിച്ച ആൾ പോകുന്നു, ഇതുകൊണ്ട് മാത്രം ജനാധിപത്യം പുലരില്ല. ജനാധിപത്യം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രസിയാണ്, സാമൂഹ്യ ജനാധിപത്യമാണ്, സമൂഹത്തെ റീഓർഗനൈസ് ചെയ്യലാണ്. എന്ന് പറഞ്ഞാൽ ജാതി മതവും പലതരം ഹൈറാർക്കികളുള്ള സ്ഥലമാണ്. അവിടെ അതിനെ തുല്യതയിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ജനാധിപത്യം. അതുണ്ടെങ്കിലേ മറ്റത് ശരിയാവുള്ളൂ. അത് നടന്നില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഫ്രെയിമിൽ കൂടെ, സാങ്കേതിക ജനാധിപത്യം എന്ന് പറയുന്ന ഫ്രെയിമിൽ കൂടെ ഫാസിസ് അല്ല അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ കയറി വരും. അതാണ് ഇന്ത്യയിൽ കാണുന്നത്. ഇത് നമ്മൾ മറന്നു. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലുള്ള ഒരു പരസ്പര ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, അല്ലെങ്കിൽ അത് റീഓർഗനൈസ് ചെയ്യേണ്ട പണി നമ്മൾ മറന്നു. അത് മറന്നപ്പോൾ എന്തുണ്ടായി? ഈ സാങ്കേതിക ജനാധിപത്യം ഒരു ചട്ടക്കൂടുണ്ട്. ഈ കൂടിയാണ് ഹിറ്റ്ലർ വന്നത്. ഹിറ്റ്ലർ വോട്ട് വാങ്ങി ജയിച്ചാണ് വന്നത്. മുസോളിനി വോട്ട് വാങ്ങി ജയിച്ചാണ്, ഓട് പൊളിച്ച് വന്നതല്ല, അല്ലെങ്കിൽ പട്ടാള അട്ടിമറി നടത്തി വന്നതല്ല. ഇതാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ട പാഠം. നമ്മൾ എങ്ങനെയാണ് മനുഷ്യർ തമ്മിലുള്ള ഐക്യവും അല്ലെങ്കിൽ പരസ്പര വിശ്വാസവും തകർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഏത് തരം വിഷജീവിയും നമ്മുടെ രാഷ്ട്രീയത്തിന് മുകളിൽ ഉയർന്നു വരും. ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ ഈ നോക്കണം. ഗാന്ധിയിലേക്ക് നോക്കേണ്ടി വരും, അംബേദ്കറിലേക്ക് നോക്കേണ്ടി വരും, നെഹ്റുവിലേക്ക് നോക്കേണ്ടി വരും, ഇതൊക്കെ പഴയ സോഷ്യലിസ്റ്റ് പാർട്ടി ലോഹിയയിലേക്ക് നോക്കേണ്ടി വരും, എം.എൻ. റോയിലേക്ക് നോക്കേണ്ടി വരും, ഇതിലേക്കൊക്കെ നോക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധാന്തം മാത്രം എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഗാന്ധി വളരെ പ്രസക്തമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാവർക്കും, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു കൂട്ടത്തിനോ മാത്രമല്ല. ഇന്ത്യയെ കീറിയ ഉന്തിയെ തുന്നിയെടുത്ത തയ്യൽക്കാരൻ്റെ രക്തം വീണ ദിവസം ആണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതിയ ഗാന്ധിയെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളാണ് ഇന്ത്യയിലെ ബഹുസ്വരത നിലനിർത്താൻ, മതേതരത്വം നിലനിർത്താൻ പൊരുതിയ ഗാന്ധി. ആ പോരാട്ടത്തെ കാൽപ്പനികം എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയണം, ഈ കാര്യങ്ങൾ അറിയണം. യൂറോപ്യൻ റൊമാൻറ്റിസിസം ഗാന്ധിയിലൊക്കെ പ്രവർത്തിച്ചിട്ടൊക്കെ ഉണ്ടാവുന്നതല്ല. പക്ഷെ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആക്ഷൻ മുഴുവൻ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ മനുഷ്യരെ തമ്മിൽ യോജിപ്പിച്ചിട്ടായിരുന്നു. അത് സ്നേഹത്തിൻ്റെ പൊളിറ്റിക്സാണ്, അത് അഹിംസയുടെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സിന് 2 മുഖമുണ്ട്. അത് മനുഷ്യൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട, നമ്മളോട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഡെമോക്രാറ്റിക് ആവുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നിരന്തരം ഓർമ്മിപ്പിച്ച് മറഞ്ഞുപോയ ഒരു മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് മുന്നിലാണിന്ന് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മൾ തിരിഞ്ഞു നോക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, മനുഷ്യരെ മുഴുവൻ പഠിപ്പിക്കുക. പുതിയ പഠിപ്പാണ് നമുക്ക് ഇന്ന് ആവശ്യം. ഇന്നലത്തെ പഠിപ്പുണ്ട്, ഡിഗ്രിയും ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത മനുഷ്യരാണ് വർഗീയത പറഞ്ഞിട്ട് അയൽക്കാരൻ
എന്നെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നത് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ കാലത്ത് ഗാന്ധി എന്ന് പറയുന്നത് കൂടുതൽ ജ്വലിക്കുന്ന ഒരു ഓർമ്മയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രബോധയുടെ നവീൻ ചേട്ടനും മറ്റുള്ളവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി.